എല്ലാവർക്കും വരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 50 കിങ് സീരീസിൽ നിന്നൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പോൾ ബാങ്കും SSCയും അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് അരിത്തമെറ്റിക് ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ ഫുൾ നെയിം. അപ്പോൾ അതിനകത്ത് തന്നെയാണ് ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്. പിന്നെ പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഏരിയാസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ d/Δ/T എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപിടി ഷോർട്ട് ട്രിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ സെഷൻസ് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ എല്ലാ ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഒപ്പം കുറച്ചൊരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ അത് എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ കൺസെപ്റ്റ് ഒന്ന് തഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളൊരു 3 to 4 വീഡിയോസ് കാണും. സോ ദാറ്റ് മാക്സിമം 50 ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് നല്ല രീതിയിൽ വഴങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ തുടങ്ങിയ സീരീസാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ആരും സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് കാണാതിരിക്കല്. കാരണം നിങ്ങൾ പഠിച്ചെടുക്കുന്ന സാധനം നിങ്ങൾക്ക് പെർഫെക്റ്റഡ് ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്ത് തെറ്റിച്ച് പിന്നെ അത് പഠിച്ച് തെറ്റിച്ച് അങ്ങനെ മാത്രമേ കണക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പഠിക്കുന്ന ട്രിക്സ് നിങ്ങൾ സ്വായത്തമാക്കിയിട്ട് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ടോപ്പിക്കിൻ്റെ പ്രാക്ടീസ് സെഷൻസ് മസ്റ്റായിട്ടും കാണണം. ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പം തന്നെ ചെയ്ത് വരാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ജനറലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ഏകദേശം ഒരു ഐഡിയ ഉള്ള ആൾക്കാർ ഇത് കാണാവുള്ളൂ. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ഞാൻ കുറച്ച് കാര്യം പറയാം. അതായത് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കുന്നത്? സഞ്ചരിച്ച ദൂരം, ഇവിടുന്ന് ഞാൻ അവിടം വരെ നടന്നു. അപ്പം ആ ദൂരം ഞാൻ ഇവിടുന്ന് അവിടം വരെ നടക്കാനായിട്ട് എടുത്ത സ്പീഡ് എത്ര ആണോ അതേ ഗുണം ആ സ്പീഡിൽ എത്ര നേരം ഞാൻ അവിടം വരെ നടന്നു എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് സഞ്ചരിച്ച ദൂരം കിട്ടും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ബേസിക് ഇക്വേഷനെ വെച്ചിട്ടാണ് നമ്മൾ ഈ എൻ്റയർ സിനേറിയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊന്നും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ ഈ +2 എൻട്രൻസിന് പഠിച്ച ഒരു ടൈപ്പ് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, UT + ഹാഫ്, അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഇവിടെ ഇല്ല. ബേസിക്കലി ഇക്വേഷനെ വെച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ കുറച്ച് ലോജിക്കൽ വശം. ഇനി ഇത് കഴിഞ്ഞിട്ട് 2 കൺസെപ്റ്റ് ആലോചിക്കണം. ഒന്ന്, ഇപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റേഷ്യോ എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. ഒരു മെത്തേഡ് റേഷ്യോ മെത്തേഡുണ്ട്. കൺവെൻഷനിൽ സാധാ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നില്ല, റേഷ്യോ മെത്തേഡുണ്ട്. പിന്നെ d/Δs/Δt എന്ന് പറയുന്നത് അതെല്ലാ പ്രോബ്ലത്തിനും അല്ല, അത് ഞാൻ പറയാം, അത് വരാൻ നേരം പറയാം. ഇങ്ങനൊരു സംഭവം നമ്മൾ നോക്കും. പിന്നെ നോക്കാൻ പോകുന്ന റേഷ്യോ മെത്തേഡ് കഴിഞ്ഞിട്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കും. റിലേറ്റീവ് സ്പീഡ് മെയിൻലി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള 50 കിങ് സീരീസിൻ്റെ ചാപ്റ്റർ നിങ്ങൾ വീഡിയോ മസ്റ്റായിട്ടും കാണും. അത് ബേസിക്കായിട്ട് എടുത്തേക്കുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ റേഷ്യോ സെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാൻ ദയവായി നിൽക്കരുത്. അത് കണ്ടതിന് ശേഷം മാത്രമേ വരാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സെഷൻ വെറുതെ നിങ്ങൾ സമയം കളയുന്നതിന് തുല്യമായി പോകും. അപ്പോൾ റിലേറ്റീവ് സ്പീഡുണ്ട്. പിന്നെ റിലേറ്റീവ് സ്പീഡും മീറ്റിംഗ് ടൈം, ടൈം കോൺസ്റ്റൻറ്റ്, കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ടൈം കോൺസ്റ്റൻറ്റ് അതായത് ആദ്യം നമ്മളൊരു കണ്ടീഷൻ പറയാൻ പോവാം. ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ്, ഫസ്റ്റ് കേസ്. ഈ ഇക്വേഷനിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയി എന്ത് പറ്റും? അല്ലെങ്കിൽ നമുക്കിപ്പം വേണേൽ പറയാം, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എന്താ d = അതായത് ഡിസ്റ്റൻസ് സെയിം. ഒരു ഫസ്റ്റ് കേസ് ഉണ്ട്, സെക്കൻഡ് കേസ് ഉണ്ട്. അതായത് ഇവിടുന്ന് അവിടം വരെ ഞാൻ നടന്നു പോയി. ഈ ഡിസ്റ്റൻസ് എന്തായാലും മാറത്തില്ലല്ലോ. അപ്പോൾ എനിക്കൊരു സമയം എടുത്തു. ആ ഡിസ്റ്റൻസ് d തന്നെ. അപ്പോൾ എടുത്ത സമയം t1, അപ്പോൾ എടുത്ത ടൈം സ്പീഡ് s1. ഇനി ഇവിടുന്ന് അവിടം വരെ ഞാൻ ഓടിപ്പോവുക. ഈ ഡിസ്റ്റൻസ് ഓടിയാലും ചാടിയാലും ഡിസ്റ്റൻസ് മാറത്തില്ല. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ഞാൻ ഓടിപ്പോവാണെങ്കിലും ഡിസ്റ്റൻസിന് വ്യത്യാസം കാണത്തില്ല. അപ്പോൾ എടുത്ത സ്പീഡ് s2, അപ്പോൾ എടുത്ത ടൈം, കാരണം ഓടിപ്പോകുമ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ സമയം കുറയത്തില്ലേ, t2. ഇത് രണ്ടും ഇവഞ്ച്വലി സെയിം അല്ലേ? അതായത് d = s1t1, d = s2t2. അതായത് s1t1 = s2t2. അതായത് s1/s2 എന്ന് പറഞ്ഞാൽ t2/t1. ഇതിനർത്ഥം എന്താ? സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. വെൻ എപ്പോഴാണ് ഇത് വരുന്നത്? വെൻ ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. ഡിസ്റ്റൻസ് ഈസ് കോൺസ്റ്റൻറ്റിൻ്റെ അർത്ഥം എന്താ? ആദ്യത്തെ കേസുണ്ട്, രണ്ടാമത്തെ കേസുണ്ട്. ഈ 2 കേസിലും സഞ്ചരിച്ച ദൂരം സെയിം ആണ്, പക്ഷേ എടുത്ത സമയവും സ്പീഡും ഡിഫറെൻ്റ് ആണെങ്കിൽ
സ്പീഡും ടൈമും തമ്മിലൊരു ബന്ധമുണ്ട്. സ്പീഡ് എങ്ങനെയാണോ മാറുന്നത് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ടൈം വരുന്നത്. അതായത് ടൈം കൂടിയ സ്പീഡ് കുറയണം, സ്പീഡ് കൂടുവാണെങ്കിൽ ടൈം കുറയണം. ആ ഒരു ബന്ധം ഇവർ തമ്മിൽ ഡെഫിനറ്റ്ലി കാണും. ഇതെപ്പോഴാണ്? ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ. ഇനി ഇത് ആദ്യത്തെ കേസാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്. ടൈം കോൺസ്റ്റന്റ് ആകുമ്പോൾ. ടൈം കോൺസ്റ്റന്റ് ആവാന്ന് വെക്കുകയാണെങ്കിൽ ഇതൊരു ഡിസ്റ്റൻസ്, ഇത് വേറൊരു ഡിസ്റ്റൻസ്. ഇവിടുന്ന് ഞാൻ ഓടി ഇവിടെ എത്തി. രണ്ട് ഡിസ്റ്റൻസ് സെയിം, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഓടി എത്താനായിട്ട് ഇവിടെ എടുത്ത സമയം 10 സെക്കൻഡ് എന്ന് വല്ലതും വെച്ചോ. ഇവിടെ നിന്ന് ഈ ചെറിയ ഡിസ്റ്റൻസ് ഞാൻ ഓടിയില്ല, അത്യാവശ്യം നടന്ന് ചെന്നു. അപ്പോഴും എടുത്ത സമയം 10 സെക്കൻഡ്. സമയം സെയിമാണ്. അപ്പം ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും, ഈ കേസിൽ എടുത്ത സമയം, രണ്ടാൾക്കാർ സഞ്ചരിച്ച ദൂരം ഡിഫറൻ്റ് ആണ്, അവരുടെ സ്പീഡും ഡിഫറൻ്റ് ആണ്, പക്ഷേ അവർ സഞ്ചരിച്ച സമയം സെയിം ആണ്. അപ്പം നമ്മൾ എന്ത് പറയും? സമയം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയും. ഇങ്ങനാണെങ്കിൽ സമയം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നമ്മൾ ചിന്ത ചെയ്യുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് ആണ്. അപ്പം ടൈം കണ്ടുപിടിക്കാൻ എസ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. D/S. അതായത് ആദ്യത്തെ കേസിലെടുത്ത സമയം 10 സെക്കൻഡ് അല്ലേ, അതിനെ ഞാൻ 10 സെക്കൻഡ് എന്ന് വെച്ച് ജനറലൈസ് ചെയ്ത് T സെക്കൻഡ് എടുത്തു. ഈ സെയിം സമയമല്ലേ ഇപ്പുറത്തും എടുത്തേ. അപ്പം 10 സെക്കൻഡ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. T സെക്കൻഡ് എടുത്തു. രണ്ടാമത്തെ കേസിലും T സെക്കൻഡ് എടുത്തു. അപ്പോൾ ആദ്യത്തെ കേസിലെടുത്ത ദൂരം D1, രണ്ടാമത്തെ കേസിലെടുത്ത സ്പീഡ് S1. അപ്പം രണ്ടാമത്തെ കേസിലും സെയിം ടൈമാണ് എടുത്തത്. എങ്ങനെയാണെങ്കിൽ D2/S2. കണ്ട, രണ്ടാമത്തെ കേസിൽ സ്പീഡും ഡിസ്റ്റൻസും രണ്ടല്ലേ. അപ്പം ഇത് ഇക്വേറ്റ് ചെയ്യാൻ നേരം എന്ത് വരും? S1/D1/S1 D2 = S1/S2. അതിനർത്ഥം ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. അപ്പോൾ സമയം കോൺസ്റ്റന്റ് ആണെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം എന്തിനനുസരിച്ച് മാറും? അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം അല്ല ആക്ച്വലി മാറും, സ്പീഡ് ദൂരത്തിനനുസരിച്ച് മാറും. അല്ലെങ്കിൽ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാമെന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? D = S/T, സ്പീഡ് ഇൻറ്റു ടൈം ആണ് മെയിൻ ഫോർമുല. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോഴും ടൈം കോൺസ്റ്റന്റ് ആകുമ്പോഴുള്ള കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സെയിം ആകുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടൈം കോൺസ്റ്റന്റ് ആകുമ്പോഴോ ഡിസ്റ്റൻസ് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നുള്ള നോക്കാം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. നോക്കിയേ, ട്രംപ് ആൻഡ് ഹിലരി. നിങ്ങൾ റേഷ്യോ പ്രൊപ്പോർഷൻ എന്നുള്ള ചാപ്റ്റർ കാണാതെ, ഒരു ബേസും ഇല്ലാതെ ദയവേത് വീഡിയോ കാണരുത്. കുറച്ച് ട്വിസ്റ്റ്, കാരണം കൺസെപ്റ്റ് ഇറക്കണമെങ്കിൽ കൺസെപ്റ്റ് ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് വേണം. നമ്മൾ സീരീസിൽ ഉടനീളം പോകാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷൻ സെറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞ സാധനങ്ങൾ കാണാം. ഓക്കെ. ഇപ്പോൾ ട്രംപും ഹിലരി രണ്ടാൾക്കാരുണ്ട്. ഫ്രം P to Q എ ഡിസ്റ്റൻസ് ഓഫ് 144 കിലോമീറ്റർ അറ്റ് 12 km/h 16 km/h. അപ്പോൾ ട്രംപിൻ്റെ സ്പീഡ് എത്ര? 12 km/h. ഹിലറിയുടെ സ്പീഡ് 16 km/h. ഹിലറി റീച്ചസ് Q ഫസ്റ്റ് ആൻഡ് റിട്ടേൺസ് ഇമീഡിയറ്റ്ലി ആൻഡ് മീറ്റ്സ് ട്രംപ് അറ്റ് R. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം P to R. അപ്പോൾ നമ്മൾ ചെയ്യാൻ നേരം ഇത് BQ. P മുതൽ Q വരെയാണ് ഇവരുടെ സഞ്ചാരപാത. അടുക്ക് R എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇനി നോക്കിയേ, ഹിലറി അല്ലേ ആദ്യം എത്തുന്നത്, കാരണം ഹിലറിയുടെ സ്പീഡാണ് കൂടുതൽ. അപ്പോൾ അയാൾ കുറച്ച് നേരത്തെ എത്തും. അയാളുടെ രണ്ടുപേരുടെ സ്പീഡിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. സ്പീഡിൻ്റെ റേഷ്യോ, ഇത് ട്രംപ്, ഇത് ഹിലറി. ട്രംപിൻ്റെ 12 km/h, ഹിലറിയുടേത് 16 km/h. അപ്പോൾ റേഷ്യോ എന്ത് വരും? 3:4 വരും. ഇനി നോക്കിയേ, ഇവിടെ ഏതാ ഈ കേസിൽ ടൈം ആണോ ഡിസ്റ്റൻസ് ആണോ കോൺസ്റ്റന്റ്? ആലോചിച്ചാൽ, അതായത് രണ്ട് പേരും സഞ്ചരിക്കുന്ന സമയമാണോ ഡിസ്റ്റൻസ് ആണോ കോൺസ്റ്റന്റ്? ഹിലറി ഇവിടുന്ന് സഞ്ചരിക്കുക. അപ്പോൾ സഞ്ചരിക്കാൻ നേരം എൻ്റെ കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പറയണേ. ട്രംപും ഹിലറി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് വന്ന് ഹിലറി ഇവിടുന്ന് വന്ന് ഇവിടെ എത്താൻ നേരം ആരെ? ട്രംപിനെ കാണും. അതായത് ഇത് ട്രംപ്, ഇത് ഹിലറി. അപ്പോൾ സ്റ്റാർട്ട് പറയാൻ നേരം എക്സാമ്പിൾ പോലെ 1. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയാൻ നേരം 1 2 3 4 5 6 7 8
9, 10. അതായത് ഇയാൾ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും ട്രംപ് ഇത്രയും സഞ്ചരിച്ചിട്ടുണ്ട്, ആ സെയിം സമയത്തിനുള്ളിൽ ഹിലറി ഇത്രയും സഞ്ചരിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? സമയം കോൺസ്റ്റന്റ് ആണ്. ട്രംപ് ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കുന്ന സമയത്തിനുള്ളിൽ ഹിലറി ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിക്കും. അപ്പം ടി ഈസിക്കൽ ടു കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ രണ്ട് കേസിലും രണ്ടുപേരും എടുത്ത സമയം കോൺസ്റ്റന്റ് ആണ്. സമയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്പീഡ്. ഈ പ്രപ്പോർഷണാലിറ്റി എങ്ങനെയാണ് നമ്മൾ റേഷ്യോയിൽ ഉപയോഗിക്കുന്നത്? രണ്ട് സാധനങ്ങൾ പരസ്പരം മാറുന്നത് സെയിം ആയിട്ടാണെങ്കിൽ അവരുടെ റേഷ്യോവും സെയിം ആയിരിക്കും. അതായത് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും എന്താ, ഇപ്പോൾ സ്പീഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത്, ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ. അപ്പം ഇങ്ങനെയാണ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 144 കിലോമീറ്റർ ഉണ്ട്. ഇതിൽ തന്നെ ഇനി നോക്കി, ഇതിനർത്ഥം എന്താ? ട്രംപ് 3 യൂണിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ഹിലറി 4 യൂണിറ്റ് സഞ്ചരിക്കും. അതായത് ട്രംപ് എത്ര സഞ്ചരിച്ചിട്ടുള്ളൂ? ഈ PR വരെയല്ലേ സഞ്ചരിച്ചുള്ളൂ. ഇത് 3 യൂണിറ്റ് ആണ് സഞ്ചരിച്ചത്. ഇനി ഹിലറി എത്ര യൂണിറ്റ് കൂടുതൽ സഞ്ചരിച്ചു? 3നേക്കാൾ 4 എത്ര കൂടുതലാണ്? 1 യൂണിറ്റ് അധികം സഞ്ചരിച്ചു. അതായത് ഇവിടം വരെ രണ്ടുപേരും ഒരുപോലെ സഞ്ചരിച്ചു. എന്നിട്ട് ഹിലറി അഡീഷണൽ ഇങ്ങോട്ടും വന്നു ഇങ്ങോട്ടും വന്നു. അതായത് ഈ രണ്ട് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ, അതായത് RQ 2 തവണ കവർ ചെയ്യുമ്പോഴാണ് അഡീഷണൽ 1 യൂണിറ്റ് ആര്, ഹിലറി കവർ ചെയ്യുന്നത്. അപ്പോൾ RQ എന്ന് പറഞ്ഞാൽ എത്ര? 1/2. നമ്മൾ 1/2 എന്ന് പറഞ്ഞാൽ 1/2 യൂണിറ്റ് എന്നാ. വേണമെങ്കിൽ ഇവിടെ x ഇട്ട് കൊടുക്കാം. അതായത് ട്രംപ് 3x സഞ്ചരിച്ചെങ്കിൽ ഹിലറി 4x ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അപ്പം ഇതിനെ x ആയിട്ട് എടുക്കുകയാണെങ്കിൽ x/2. അപ്പോൾ RQ എന്ന് പറയുന്നത് എത്ര വന്നു? x/2. നോക്കിക്കേ, 3x + x/2. മൊത്തത്തിൽ PQൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? x/2. 3.5 എന്ന് പറയും. അതായത് 7x/2 എന്ന് പറയുന്നതാണ് എത്ര? 144 കിലോമീറ്റർ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 288/7 എന്ന് വരും. നമ്മുടെ ചോദിച്ചേക്കുന്നത് തന്നെ PR എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ PR എന്ന് പറയുന്നത് എത്ര? ഇതാണ് യൂണിറ്റാണ്, 3x ആണ്. അപ്പോൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യാൻ നേരം നമ്മുടെ ആൻസർ 123 × 3/7 വരുവേ. 123 ഓപ്ഷനിൽ 3/7 കൂടി ഇട്ടോണം. 123 × 3/7 കിലോമീറ്റർ ആയിരിക്കും ട്രംപ് സഞ്ചരിച്ച ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇപ്പോൾ കൺസെപ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുമ്പോൾ ടൈമാണോ സ്പീഡാണോ ഡിസ്റ്റൻസ് ആണോ കോൺസ്റ്റന്റ് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. റേഷ്യോ അപ്ലൈ ചെയ്തോളൂ. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത്? റേഷ്യോ സെയിം ആയിട്ടായിരിക്കും. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ ലീവ്സ് സ്റ്റേഷൻ P at 5 AM and reaches station Q at 8 AM on the same day. Another train leaves station Q at 7 AM and reaches station P at 9 AM on the same day. Find the time at which the two trains cross each other. അപ്പോൾ രണ്ട് പേര് ക്രോസ് ചെയ്യുമ്പോൾ ഏത് ടൈമിൽ ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാനൊരു ട്രെയിനിലിരിക്കുകയാണ്, എൻ്റെ സെയിം അപ്പുറത്ത് പാരലായിട്ടൊരു ട്രാക്ക് ഉണ്ട്, അവിടെയും ഒരു ട്രെയിൻ എൻ്റെ സെയിം ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അയാളുടെ സ്പീഡ് എത്ര തന്നെ ആയിക്കോട്ടെ, നമ്മൾ ആ ട്രെയിനിൽ നിന്ന് മറ്റേ ട്രെയിനിൽ നോക്കുക, ആ ട്രെയിനിൻ്റെ ഒരു യഥാർത്ഥ സ്പീഡ് നമുക്ക് തോന്നത്തില്ല, കുറച്ച് ഇഴഞ്ഞു പോകുന്ന പോലെ തോന്നും. നമുക്ക് അനുഭവപ്പെടുന്ന സ്പീഡ് ഈ രണ്ട് ട്രെയിനിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. അതായത് ആദ്യത്തെ ട്രെയിൻ സഞ്ചരിക്കുന്നത് S1 സ്പീഡിലാണ്, രണ്ടാമത്തെ ട്രെയിൻ സഞ്ചരിക്കുന്ന S2 സ്പീഡിലാണെങ്കിൽ S1 - S2, അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് എത്ര ആണോ, എത്ര km/h ആണോ അത്രയും സ്പീഡായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ട്രെയിനിനെ നോക്കുമ്പോൾ തോന്നുന്നത്, ഫീൽ ചെയ്യുന്ന സ്പീഡ്. അതെപ്പോഴാണ്? സെയിം ഡയറക്ഷൻ ആകുമ്പോൾ. ഇനി മറിച്ച് ഞാനൊരു ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക, എൻ്റെ അപ്പുറത്തുള്ള പാരലൽ ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എത്ര ചെറിയ സ്പീഡിൽ വന്നാലും ഇപ്പം നിങ്ങൾ ട്രെയിൻ കുറച്ച് സ്പീഡിൽ പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ട്രെയിൻ ടപ്പേന്ന് പറഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് അപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന സ്പീഡെന്ന് പറയുന്നത് രണ്ട് ട്രെയിനിൻ്റെ സ്പീഡിൻ്റെ, ഇത് മോഡൽസ് എടുത്തത് എൻ്റെ അളവ് മതി, അതുകൊണ്ടാണ്. രണ്ട് ട്രെയിനിൻ്റെ എന്ത് സ്പീഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പീഡ് കിട്ടുമല്ലോ, അത്രയും സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് സ്പീഡ് കൂടുന്നതായിട്ട് തോന്നും. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, രണ്ട് വസ്തുക്കൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അവരുടെ റിലേറ്റീവ് സ്പീഡ്. ഇത് രണ്ട് വസ്തുക്കൾ സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ ഉള്ള റിലേറ്റീവ് സ്പീഡ്.
ഇനി ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ എന്താ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ മീറ്റിംഗ് ടൈം കാണണമെങ്കിൽ ടി മീറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ബൈ റിലേറ്റീവ് സ്പീഡ്. അതായത് രണ്ടാൾക്കാർ തമ്മിൽ സെയിം ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ക്രോസ് ചെയ്യുമ്പോൾ അവരെത്ര സമയം കൊണ്ട് ക്രോസ് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ എന്ത്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ്. അതായത് സെയിം ഡയറക്ഷനാണ് ഇതായിരിക്കും റിലേറ്റീവ് സ്പീഡ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതായിരിക്കും റിലേറ്റീവ് സ്പീഡ്. ഇതെങ്ങനെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്ന നോക്കാം. അപ്പം നോക്കണം, ടൈം ടു മീറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഇതിനല്ലാതൊരു ട്രിക്ക് ഉണ്ട്, പക്ഷെ അതിൻ്റെ ലോജിക്ക് നമുക്ക് കുറേ പ്രാക്ടീസിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം കൺസെപ്റ്റ് വെച്ചിട്ട് പറയാം. അപ്പോൾ സെയിം ആണെങ്കിൽ ഇത്, ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത്. അപ്പം നിങ്ങൾ എന്ത് ഇത് ആലോചിച്ച് വെച്ചേക്കണേ. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നോക്കിയേ, പി മുതൽ ക്യൂ വരെ, സ്റ്റേഷൻ പി, സ്റ്റേഷൻ ക്യൂ. ഇനി എ അല്ലെങ്കിൽ ഈ പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനെ ഞാൻ എ എന്ന് വിളിച്ചു, ട്രെയിൻ എ. ഇനി ബി ക്യൂന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് ട്രെയിൻ ബി എന്ന് വിളിച്ചു. ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ, സോറി സ്പീഡല്ല ടൈമിൻ്റെ റേഷ്യോ എത്ര വരും? ടൈമിൻ്റെ റേഷ്യോ. എ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക എത്ര മണിക്ക്? 5 മണിക്ക്. ക്യൂവിൽ എത്തുന്നതോ 8 മണിക്ക്. അപ്പോൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 8 മണിക്ക് എത്തും. എത്ര സമയം എടുക്കും? 3 മണിക്കൂർ എടുക്കും, 3 hours എടുക്കും. ഇനി ക്യൂവിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് എത്ര സമയത്തിന് സ്റ്റാർട്ട് ചെയ്യും? 7 AM സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയോ 9 AM എത്തും. അതായത് മൊത്തത്തിൽ ഈ സെയിം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഇയാൾ ഇവിടുന്ന് 2 മണിക്കൂർ എടുക്കും. അപ്പോൾ നോക്കിയേ, പി ക്യൂ എന്ന് പറഞ്ഞ് ഇവിടെ എന്താ കോൺസ്റ്റന്റ്? ഇവിടെ എന്താ കോൺസ്റ്റന്റ്? ഡിസ്റ്റൻസ് ആ കോൺസ്റ്റന്റ്. ഡി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. കാരണം എ സഞ്ചരിക്കുന്നത് ഇത്രയും ദൂരം, ബി സഞ്ചരിക്കുന്നതും ഇത്രയും ദൂരം. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് സ്പീഡ് മാറുന്നത് സമയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും. ടൈം കുറഞ്ഞാൽ സ്പീഡ് കൂടണം, ടൈം കൂടിയ സ്പീഡ് കുറയണം. അപ്പം ടൈമിൻ്റെ റേഷ്യോ എത്ര? 3:2. അത് ഫർദർ വെട്ടിപ്പോകാൻ പറ്റത്തില്ലല്ലോ, 3:2. അപ്പം സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3. ഇനി ഇവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എനിക്ക് വിടാമെന്ന് അറിയത്തില്ല. അതിന് മുമ്പ് ഒരു കാര്യം കണ്ടുപിടിക്കണം. റിലേറ്റീവ്സ്, നമ്മൾ ഈ 2 പേരും ആദ്യം ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഇയാൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇയാളപ്പോൾ അനക്കമില്ല, ഇയാൾ 7 മണി വരെ അനക്കമില്ലാതിരിക്കുക. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 7 മണിയാകുമ്പോൾ ഇയാൾ ഇവിടെ ചെന്നു, ഓന്നും എല്ലാം വിളിച്ചു. 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇയാൾ സ്റ്റാർട്ട് ചെയ്യും, 7 മണിയാകുമ്പോൾ ഇയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 2 പേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ട് നമുക്ക് റിലേറ്റീവ് സ്പീഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം തൽക്കാലം ഞാൻ ഇയാളുടെ സ്പീഡ് 2x എന്നും എടുത്തു, ബിൻ്റെ സ്പീഡ് 3x എന്നും എടുത്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? സ്പീഡ് ഇൻറ്റു ടൈം, ഒന്നെങ്കിൽ 2x ഗുണം 3 അല്ലെ 2 ഗുണം 3x, എത്ര ആയാലും 6x അല്ല വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 6x ആയിട്ട് ഞാൻ എടുത്തു. അതിൽ പിൻ്റെ സ്പീഡ് എത്ര? 2x km/h സംതിങ്. അപ്പോൾ 2x ഇൻറ്റു ഇത് എത്ര മണിയുടെയാ? 7 മണി. 7 മണി വരെ എത്ര മണിക്കൂർ സഞ്ചരിച്ചു? 2 മണിക്കൂർ. എ എന്ന് പറയുന്ന ട്രെയിൻ 2 മണിക്കൂർ കൊണ്ട് 2x km/h സ്പീഡിൽ സഞ്ചരിക്കും. അപ്പോൾ 2x ഇൻറ്റു സ്പീഡ് ഇൻറ്റു ടൈം, ഇത്രയും ഡിസ്റ്റൻസ് എത്ര കിട്ടും? 2x ഇൻറ്റു 2 hour, അതായത് 4x വരും. ഇത്രയും 4x ആണ്. 6x 4x പോയാൽ റിമൈനിങ് 2x ഡിസ്റ്റൻസ്. അതായത് ഇയാൾ ഇവിടുന്ന് ഇവിടെ അനക്കമില്ല നിൽക്കുക, ഇവിടെ വന്നു, 7 മണിയായി. ഇനിയും ഒരുമിച്ച് 2 പേരും കൂടെ മൂവ് ചെയ്യും. അതായത് ഈ 2 പേരും കൂടെ ഇവരുടെ റിലേറ്റീവ് സ്പീഡിൽ ഒരുമിച്ച് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് 2x. അപ്പം ഇനി നമുക്ക് ടൈം മീറ്റ് കണ്ടുപിടിക്കണം. ടി മീറ്റ്, മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് ഫോർമുല എന്താ? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ഉണ്ട് ബൈ റിലേറ്റീവ് സ്പീഡ്. ഇത് അപ്ലൈ ചെയ്യാൻ നേരം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? 2x. ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 പേരും മുറിച്ച് കടക്കാൻ നേരം സ്പീഡ് കൂടുതലായിട്ടല്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്ക് അനുഭവപ്പെടുത്തുള്ളൂ. അപ്പോൾ സ്പീഡ് ആഡ് ചെയ്യണം ഓരോരുത്തരുടെയും. എൻ്റെയും ബിൻ്റെയും സ്പീഡ് യഥാക്രമം 2x 3x. അപ്പോൾ 2 ആഡ് ചെയ്യാൻ നേരം 5x. എക്സും കട്ടായി പോയി.
2/5 മണിക്കൂർ. 2/5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2/5 ഇൻറ്റു 60, 24 മിനിറ്റ്. അതായത് രണ്ടുപേരും 24 മിനിറ്റിന് ശേഷം കണ്ടുമുട്ടും. ഏതിന് 24 മിനിറ്റിന് ശേഷം? ഇവർ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര മണിക്കാണ്? ഇയാൾ അനക്കമില്ലാതിരിക്കുക, ഇയാൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 മണി ആയപ്പോൾ രണ്ടുപേരും മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 7 മണിക്ക് ആയപ്പോൾ 24 മിനിറ്റിന് ശേഷം അവർ കണ്ടുമുട്ടി. അപ്പം 7 AM പ്ലസ് 24 മിനിറ്റ്, 7:24 AM ഇവർ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ എഴുതി വെച്ചേക്കുന്നതിൻ്റെ ലെങ്ത് കണ്ടിട്ട്, കാരണം കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള പിള്ളേർക്കല്ലേ, ബേസിക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എസ്പെഷ്യലി റേഷ്യോ കാണാത്ത പിള്ളേർ ദയവ് ചെയ്ത് ഇത് കാണാൻ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ഓർത്ത് വെക്കേണ്ടത് ടൈം ടു മീറ്റ്, ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ്. എന്ത് ഡിസ്റ്റൻസ്? വെറുതെ ഡിസ്റ്റൻസ് അല്ല, ഈ ഹോൾ ഡിസ്റ്റൻസ് അല്ല എടുക്കണ്ടേ. പകരം രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരം അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്ര, ബൈ അവർ ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് ആഡ് ചെയ്യണം. സെയിം ഡയറക്ഷനാണ്, റിലേറ്റീവ് സ്പീഡ് അവരുടെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ റേഷ്യോവും റിലേറ്റീവ് സ്പീഡും നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. ഇത് ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചിട്ടേ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കി എഴുതിയെടുക്കല്, കേൾക്കണം, എഴുതി തെറ്റിക്കണം. തെറ്റിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് വരും, അതുവഴി പഠിക്കാനൊരു ത്വരയും വരും. അപ്പം കണക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. നോക്കി സ്പൂൺ ഫീഡ് ചെയ്ത് എഴുതി എടുത്തു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല നെഗറ്റീവ് റിമാർക്ക് വരും. അപ്പോൾ നോക്കിയേ, കാർ ട്രാവൽ ഫ്രം പി ടു ക്യൂ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇഫ് സ്പീഡ് വെയർ ഇൻക്രീസ്ഡ് ബൈ 10 km/h. ഇതിന് ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് പറയാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും വ്യക്തമായിട്ട് തന്നിട്ടില്ല. അതായത് പി മുതൽ ക്യൂ വരെയുള്ളൊരു ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. പി മുതൽ ക്യൂ വരെ അല്ലേ? അപ്പം നമുക്ക് ഒന്ന് പറയാം. ആദ്യത്തെ കേസിൽ ഇത് സ്പീഡ്, ടൈം. ആദ്യത്തെ കേസിലെ സ്പീഡ് എത്ര? 10. ഞാൻ സാധാരണ ഒരു സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതിനേക്കാൾ 10 km/h ഞാൻ കൂടുതൽ സഞ്ചരിക്കുകയായിരുന്നെങ്കിൽ, അതായത് 10 km/h കൂടുതൽ സഞ്ചരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ 1 മണിക്കൂർ എത്തേണ്ട സ്ഥലത്ത് പി എന്ന് തുടങ്ങി ക്യൂവിൽ എത്തേണ്ടത് 1 മണിക്കൂർ കുറച്ചെത്തി. കാരണം സ്പീഡ് കൂട്ടി പോകുമ്പോൾ സമയം കുറയും. 1 മണിക്കൂർ കുറഞ്ഞേനെ. അപ്പം -1 അവർ ഇടണം. ഇനിയും രണ്ടാമത്തെ കേസ്, ഇത് ആദ്യത്തെ കേസ്. ഇത് ചെയ്യേണ്ട ഏറ്റവും മീൻസ് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ട്രിക്ക് ആണ് ഇത്. അതൊന്ന്. ഇനി രണ്ടാമത്തെ കേസിൽ ഏതാ? ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ ഫർദർ 45 minutes ലെസ്സർ. ഓക്കെ. ഇനി സ്പീഡ് ഒന്നുകൂടെ 10. ഈ സ്പീഡ് വാസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 10 km/h. ഓൾറെഡി 10 കൂട്ടി, അതല്ലാതെ ഒന്നുകൂടെ 10 കൂട്ടിയെങ്കിൽ, അപ്പോൾ ഇപ്പം എത്ര മൊത്തത്തിൽ കൂടി? 20 km/h സ്പീഡ് കൂടിയെങ്കിൽ മുമ്പ് എത്ര ആയിരുന്നോ കുറഞ്ഞത് അതിനേക്കാൾ ഒന്നുകൂടെ 45 മിനിറ്റ് ലെസ്സർ. അതായത് മുമ്പ് 1 മണിക്കൂർ കുറച്ചാണ് എത്തിയെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറിനേക്കാൾ ഒന്നിൻ്റെ കൂടെ 45 മിനിറ്റ്, 1.25 മണിക്കൂർ മൊത്തത്തിൽ കുറവ് വന്നേനെ. ഈ 1 മണിക്കൂറിനേക്കാൾ 3/4 മണിക്കൂർ കുറവെന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/4 മണിക്കൂർ 3/4. അപ്പോൾ -1 - 3/4 എന്ന് വെച്ചാൽ -7/4 അവർ. ഇനി നമ്മൾ സ്പീഡ് ഇൻറ്റു ടൈം, കൂടിയ സ്പീഡ് ഇൻറ്റു എത്ര കുറവ് ടൈം വന്നു 10. അതിൻ്റെ പോസിറ്റീവ് വാല്യൂ എഴുതിയാൽ മതി. 20 × 7/4 35. അതായത് സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് കിട്ടുന്നത് പോലെ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ സ്പീഡ് ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ടൈം ഇൻറ്റു ഈ സ്പീഡിൻ്റെ കൂടിയ വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10t ഇപ്പുറത്ത് എന്ത് വരും? -s + 10t -s 1 × -s + 10t = ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെ = 10. ഇനിയും ഇത് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ +2 പഠിച്ചതാണ്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് മെട്രിക്സ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ ലോജിക്ക് അധികം നോക്കി വെക്കേണ്ട. അത് നമ്മളൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ലോജിക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് ഇവിടെ. അപ്പം ടി ഇൻറ്റു രണ്ടാമത്തെ കേസിൽ കൂടിയ സ്പീഡ് ഇൻറ്റു എസ് ഇൻറ്റു അടുത്ത കുറഞ്ഞ സ്പീഡ്. അപ്പം -7/4s + 20t = 35. ഇനി ഞാൻ ഇത് ഇക്വേഷൻ 1 ആണ്. ഇതിനെ മൊത്തത്തിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് വരും? -2s + 20t = 10. ഇത് -7/4s പ്ലസ് ഇത് അതുപോലെ തന്നെ എടുത്തെഴുതി 20t = 35.
ഇത് 20 വരുവേ. ഇനി നോക്കിക്കേ, 20t 20t. ഈ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷൻ കുറയ്ക്കാൻ നേരം, അതായത് ഇക്വേഷൻ ഇത് 3 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇത് ഇക്വേഷൻ 3 ആണെങ്കിൽ, ഇങ്ങനെ ഇക്വേഷൻസ് എഴുതി ചെയ്യണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി 4 - 3 എത്ര വരും? ഇത് 15. അപ്പോൾ 35 - 20 വരും. ഇവിടെ 20t - 20t ക്യാൻസൽ ആയിപ്പോൾ 7/4 അപ്പം 4. S/4 = 15. S 60 km/h വരും. അപ്പോൾ S 60 km/h ആണ്. എസിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പം -60 + 10t = 10. ഇതെന്ത് വരും? 60 ഇപ്പുറത്ത് പോകുമ്പോൾ t = 7 അവർ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം. അതായത് സ്പീഡ് എത്ര കിട്ടി? 60 ഗുണം ടൈം എന്ന് പറയുന്നത് 7. അപ്പം 420 km ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് = ഓപ്ഷൻ എ 420 km. ഈ സെറ്റല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. സോ ദാറ്റ് ഓരോ ലെവലും അതാത് കൺസിസ്റ്റൻസിയിൽ പോവുക. ആദ്യം ക്ലാസ്സസ് ആയിരിക്കും, അതിനുശേഷം ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷൻ ആയിരിക്കും. നിങ്ങളുടെ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആക്കി ഇരുത്തും. കമ്പൈൻ സ്റ്റഡി ഒക്കെ നടക്കും. ഒപ്പം നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും കാണും, ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. അത് കഴിഞ്ഞ് എക്സ്ട്രീം സർക്കിൾ ആയിരിക്കും. എസ്പെഷ്യലി മെയിൻസ് ലെവൽ വർക്കൗട്ട് സെഷൻ ആയിരിക്കും. കുറച്ച് ടൈം കൂടിയ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒക്കെ കൂടിയിട്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെ നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. ബേസ്ഡ് ഓൺ എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് അതിൽ എൻട്രി കാണത്തുള്ളൂ. അപ്പം ബേസിക്ക് സെറ്റ് ആക്കിക്കോണം. ആൻഡ് അവിടെയും നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. ഓരോ എക്സാമിന് മുന്നോടിയായിട്ടൊരു ക്രാഷ് കോഴ്സ് പോലത്തെ ഒരു ഇതാണ്, ലെവലാണ് സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ്. അവിടെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും ക്വാളിറ്റി മെറ്റീരിയലും ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് റിയൽ ഇൻറ്റൻസി പ്രോഗ്രാം അല്ല റിപ്പാണ്. അതായത് ഓൾറെഡി നിങ്ങൾ ചെയ്ത് ഇത്രയും വരെ സെറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള ലെവൽ നിങ്ങൾക്ക് ഡൗൺ ആവാതിരിക്കണം. എക്സാമിന് ഇനി അധികം സമയം ഉണ്ടെങ്കിൽ കുറേ പേര് ഉഴപ്പിപ്പോവുക. അപ്പോൾ അത് പോവാതിരിക്കാനായി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ച ലെവൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനായിട്ട് നിങ്ങളെ റിയൽ ഇൻറ്റൻസി പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് സെഷൻ ഈസ് മോക്ക് ഇൻ്റർവ്യൂ. RRB PO SBA PO ഉള്ള എക്സാംസിന് നിങ്ങളെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ല ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നമുക്ക് 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ, അതല്ല ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാവലിംഗ് അറ്റ് 60 km/h, a person reaches his destination in a certain time. He covers 60% of his journey in 2/5 of the time. At what speed should he travel to cover the remaining journey so that he reaches the destination on time? Okay. അപ്പോൾ ഇയാളിപ്പോൾ P മുതൽ Q വരെയോ അല്ലെ A to B ആണ് സഞ്ചരിക്കുന്നത് വെച്ചു. ഇതാണ് ഇയാളുടെ A എന്ന് തുടങ്ങി Bയിലാണ് ഇയാൾ ചെല്ലേണ്ടത്. ഇയാളുടെ ഡെസ്റ്റിനേഷനും റൂട്ട് കോഴ്സും ഇതാ. അപ്പോൾ ഇയാൾ ഇവിടെ മുതൽ ഇവിടം വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന ആവറേജ് സ്പീഡ് ശരാശരി ഒരു 60 km/h എടുക്കും അല്ലേ? ഇനിയും ടൈം നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 60% ജേർണി 2/5 ഓഫ് ദ ടൈം ചെല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ടൈമിനെ ലെറ്റ് ടൈം = 5x എന്നെടുത്തു. അതായത് മൊത്തത്തിൽ സമയം എത്ര ഉണ്ടോ അതിൻ്റെ 5/2 സമയം ആദ്യത്തെ 60% കവർ ചെയ്യാൻ എടുത്തു എന്നാണ് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ടൈം 5x ആണെങ്കിൽ ട്രാവലിംഗ് അറ്റ് 60 km/h അല്ലേ? സ്പീഡ് 60 km/h. അപ്പോൾ എൻ്റെ ഡിസ്റ്റൻസ് എന്ത് വരും? 60 × 5 300x ആയിരിക്കും എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് 300x. അപ്പോൾ 300x ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഇനിയും ഈ ഡിസ്റ്റൻസിൻ്റെ 60% പെർസെൻറ്റേജ് കണ്ടോണം, ഞാൻ ഒറ്റയടിക്ക് ചെയ്യത്തുള്ളൂ. 300x-ൻ്റെ 60% എത്ര? 180x. ഇത്രയും ദൂരം ഇയാൾ എത്ര സമയത്ത് സഞ്ചരിച്ചു? മൊത്തം എടുത്ത ടൈമിൻ്റെ 2/5. അതായത് മൊത്തം 5x ആണെങ്കിൽ 5x-ൻ്റെ 2/5 എത്ര? 5 പോയി 2x ആയില്ലേ? നമ്മൾ വെറുതെ x എന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ വരും. അത് മാറ്റാനായിട്ട് ടോട്ടലി ആദ്യമേ 5x എടുത്ത്. അപ്പം 2x ടൈമിൽ ഇയാൾ 150x സഞ്ചരിക്കും. 300-ൽ നിന്ന് 150 പോയാൽ റിമൈനിങ് എത്ര ഡിസ്റ്റൻസാണ് ഉള്ളത്? 120x ഉണ്ട്. ഇനിയും റിമൈനിങ് ഡിസ്റ്റൻസ് ഉണ്ട്. റിമൈനിങ് ടൈം എത്ര? ടോട്ടൽ 5, അതിൽ ആദ്യത്തെ 2x-നുള്ളിൽ ഇത്രയും കവർ ചെയ്തു. ഇനിയും റിമൈനിങ് 5-ൽ നിന്ന് 2 പോയാൽ 3x.
അപ്പോൾ 3x ടൈമിനുള്ളിൽ ഇയാൾക്ക് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം 3x പോയി 40 km/h കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഐഡിയയുടെ ലോജിക്ക് വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, വലിയ പാട് കാണില്ല. ഇത് ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ടേക്സ് 4/3 hour less for a journey of 528 km. If its speed is increased by 5 and 1/2 km/h from its usual speed, the usual speed is. അപ്പോൾ ഇതിൽ നമ്മളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, d/Δs × Δt എന്ന് പറയും. പേരിൻ്റെ കനോർത്ത് പേടിക്കേണ്ട, അത് ആക്ച്വലി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. d/Δs × Δt. ഈ ഒരു ചെയ്ത് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ d/Δs × Δt എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കുന്ന, ആദ്യം സ്പീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാത്രമേ വ്യക്തമായിട്ട് തന്ന് കാണത്തുള്ളൂ. സ്പീഡ് ഡെഫിനറ്റ് ആയിട്ട് എത്ര എന്ന് പറയത്തില്ല. കാരണം നോക്കിയേ, സ്പീഡ് ഡിസ്റ്റൻസ് ഇത്രയും സഞ്ചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് 5 and 1/2 km/h സ്പീഡ് കൂട്ടിയെന്നാണ് പറഞ്ഞത്. സ്പീഡ് കൂടിയോ കുറവോ എന്നുള്ളത് പറയും. പിന്നെ സമയവും കുറഞ്ഞോ കൂടിയോ എന്നുള്ളതേ പറയത്തുള്ളൂ. സമയം ഇത്ര എടുത്തു, സ്പീഡ് എത്ര എടുത്തു എന്ന് ഡെഫിനറ്റ്ലായിട്ട് പറയത്തില്ല. സ്പീഡ് ഡിസ്റ്റൻസ് ഡെഫിനറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ കിട്ടുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ഗട്ട് ഫീലിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പം d/Δs × Δt, അതായത് ഡിസ്റ്റൻസും ടൈമും സ്പീഡും അൺസർട്ടൈൻ ആണ്, ഡിസ്റ്റൻസ് ഡെഫിനറ്റ്ലി തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതെന്താ ബേസിക്കലി എന്ന് വെച്ചാൽ, ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് കൂടെ നോട്ട് ചെയ്ത് നോക്കണേ. സ്പീഡ് ഇൻറ്റു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, ഇതൊരു ഫോർമുലയല്ലേ. ഇതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ടൈം ഇൻറ്റു എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക്. അത് കഴിഞ്ഞ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ. ഇനിയും പ്രൈസ് ഇൻറ്റു കൺസംഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അതായത് ഒരു സാധനം ഉപയോഗിക്കുമെങ്കിൽ എത്ര ഉപയോഗിക്കും, അതിന് ഒരെണ്ണത്തിന് എത്ര ആവും, അത് രണ്ടും കൂടെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര രൂപ. അതായത് ഒരു പ്രോഡക്റ്റ് ഞാൻ 10 രൂപ, ഒരു രൂപയ്ക്ക് അല്ല ഒരു 10 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും. അങ്ങനെ 10 പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. 10 × 10 100 രൂപയല്ല എൻ്റെ ഇത് ചിലവാകുന്ന എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ കൺസെപ്റ്റാണ്. ഇത്രയും കേസിലും നമുക്ക് ഈ ഒരു ഐഡിയ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. അതായത് ചാപ്റ്റർ വരുമ്പോൾ ഞാനത് പറയത്തേ ഉള്ളൂ, അപ്പോൾ നോട്ട് ചെയ്തോണം. അതായത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തൊക്കെ, ഇക്വേഷൻ്റെ പ്രൈസ് ഇൻറ്റു കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഒരു വേരിയബിൾ ഇൻറ്റു മറ്റൊരു വേരിയബിൾ ചെയ്യുമ്പോൾ മൂന്നാമതൊരു വേരിയബിൾ കിട്ടും. ഒരു സാധനം ഇൻറ്റു മറ്റേ സാധനം അടുത്ത സാധനം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു 2 എൻറ്റിറ്റീസ് ഉള്ളൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണ്, ഈ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന സാധനമെല്ലാം കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ലാതെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഈ 2 വാല്യൂസ് ഉണ്ടല്ലോ, LHS അല്ലെങ്കിൽ ഈക്വൽ ടു ഇപ്പം കിടക്കുന്ന ഈ വാല്യൂസ് മാറുവാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചോ, ഡിസ്റ്റൻസ് മാറുന്നില്ല. ആദ്യത്തെ കേസിൽ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി, ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് 528 കിലോമീറ്ററാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2 കേസിലും സ്പീഡും ടൈമും ഡിഫറൻ്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ സ്പീഡ് കൂട്ടുവാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ ടൈം അതിനനുസരിച്ച് കുറയണം. അപ്പം സ്പീഡ് രണ്ടാമത്തെ കേസിൽ കുറയുവാണെങ്കിൽ എന്ത് ചെയ്യണം, ടൈം അതിനനുസരിച്ച് കൂടണം. അപ്പം ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കാൻ സ്പീഡും ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധത്തിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതെങ്ങനെ ചേഞ്ച് ആകുന്നു എന്ന് കണ്ടുപിടിക്കാനാണ്, ചേഞ്ച് ആകുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് d/Δs × Δt എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം മാറാനായിട്ടുള്ള റേഷ്യോ കിട്ടും. വർക്ക് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ടൈമും എഫിഷ്യൻസിയും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ ഈസ് ഈക്വൽ ടു, ഇത് ഏതിൻ്റെ ഏരിയ, റെക്ടാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പാരലോഗ്രാത്തിൻ്റെ ഏരിയ, ഹൈറ്റ് ബേസ് ഇൻറ്റു ഹൈറ്റ് അവിടെ യൂസ് ചെയ്യുക. ഏരിയ കണ്ടുപിടിക്കാനുള്ളപ്പോൾ ഏരിയ കോൺസ്റ്റൻ്റ് ആണ്, ലെങ്ത് കൂടി ബ്രെഡ്ത്ത് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിലും നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളേ. അപ്പോൾ d/Δs × Δt, ഇവിടെ എന്തോ കോൺസ്റ്റൻറ്റ്, ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ സ്പീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം. അതിനർത്ഥം സ്പീഡ് എങ്ങനെ മാറുന്നോ അതിന് വിപരീതമായിട്ടുള്ള രീതിയിലായിരിക്കും ടൈം മാറുന്നത്. അപ്പം നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ തിരിച്ചുള്ള റെസിപ്രോക്കൽ റേഷ്യോ ആയിരിക്കും. അപ്പോൾ നമുക്കിൻ്റെ റേഷ്യോ അറിയുമോ, ഇല്ല, റേഷ്യോ കണ്ടുപിടിക്കണം. അതിനാണ് d/Δs × Δt ചെയ്യുന്നത്. അപ്പോൾ d/Δs × Δt ചെയ്യുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഡിസ്റ്റൻസ് എത്ര, 528.
ചേഞ്ച് ഇൻ സ്പീഡ്, അതാണ് ഡെൽറ്റ എസ്. ഈ സ്പീഡ് എത്ര കൂടി? 5/1/2. 5/1/2 എന്ന് പറഞ്ഞാൽ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. എത്ര? 11/2 ഇൻറ്റു 4/3 അവർ ലെസ്. അപ്പം 4/3 44. ഒരു തവണ പോവും, 2. അപ്പം 44 6 72. അതായത് d/Δs ഡെൽറ്റ ടി ചെയ്യുമ്പോൾ 72 കിട്ടി. ഇത് 72 എന്താ? 72 km/h അല്ല, 72 സെക്കൻഡ് അല്ല, 72 കിലോമീറ്റർ അല്ല. കാരണം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തുവാ? കിലോമീറ്റർ. ഇപ്പോൾ ജസ്റ്റ് 1 കിലോമീറ്റർ ആണ് എടുത്തത്. 1 കിലോമീറ്റർ എടുത്ത അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് പറയുന്നത് 1 km/h ആണെന്ന് വെച്ചോ. പെർ അവർ ഇൻറ്റു ടൈം ചേഞ്ച് വന്നത് 1 മണിക്കൂറാണെന്ന് വെച്ചോ. അപ്പോൾ ഈ മണിക്കൂറും പോവും, കിലോമീറ്ററും പോവും. കിട്ടുന്ന സാധനം ഒരു യൂണിറ്റ് ഇല്ലാത്ത വാല്യൂവാണ്. ഇത് റേഷ്യോ, കാരണം ഇത് 22 ഒന്നുമല്ല, 72 ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. ഇതിൽ നിന്ന് എങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കാം? 72നെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ? 18 × 4 എന്ന് എഴുതാം, 36 × 2 എന്ന് എഴുതാം, പല രീതി എഴുതാം, 24 × 3 എന്ന് എഴുതാം, അതല്ലാതെ 8 × 9 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നതിൽ ഏറ്റവും നിയറസ്റ്റ് അടുത്തടുത്ത 2 നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ട്, അടുത്തടുത്ത 2 നാച്ചുറൽ നമ്പേഴ്സ് ഫാക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അതെടുക്കണം. അതാണ് എടുക്കേണ്ടത്. അതായത് സ്പീഡിൻ്റെയും ടൈമിൻ്റെയും റേഷ്യോ നമുക്ക് 8ഉം 9ഉം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ടാണ് d/Δs ഡെൽറ്റ ടി. അതായത് സ്പീഡിൻ്റെ റേഷ്യോ ആദ്യ സ്പീഡ് കുറവായിരുന്നോ കൂടുതലായിരുന്നോ? ഓക്കെ, സ്പീഡ് രണ്ടാമത്തെ കേസിലാണ് കൂടിയത്. അപ്പോൾ ആദ്യത്തെ കേസിൽ സ്പീഡ് 8 ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ സ്പീഡ് 9. ഇനി സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്ത്? ടൈമിൻ്റെ റേഷ്യോ. അതിൻ്റെ അർത്ഥം എന്താ? 9:8 ആയിരിക്കും. ഇപ്പോൾ സ്പീഡ് 3:2 ആണെങ്കിൽ ടൈം 2:3 വരും. ഇതിൻ്റെ റേഷ്യോ എങ്ങനെ ആയാലും ഈ നമ്പേഴ്സ് മാത്രം കിട്ടിയാൽ മതി. ഒന്നെങ്കിൽ സ്പീഡോ ടൈമോ 8:9 ആയിരിക്കും. ഇതിൽ സ്പീഡ് എങ്ങനെ 8:9 എന്ന് നമുക്ക് മനസ്സിലായത്? കാരണം ആദ്യത്തെ കേസിൽ 8ഉം 9ലും വലുത് ഏതാ? 9. രണ്ടാമത്തെ കേസിലാണ് സ്പീഡ് കൂടിയത് 5.5 km/h. അപ്പോൾ ആദ്യം 8 യൂണിറ്റ് ആയിരുന്നെങ്കിൽ രണ്ടാമത് 9 ആയി. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ കിട്ടിയേ. ഇനിയും ഇത് വെക്കാൻ നേരം എത്ര യൂണിറ്റ് കൂടി? ആദ്യത്തെ കേസിനേക്കാൾ 8നേക്കാൾ 9 1 യൂണിറ്റ് കൂടി. ഈ 1 യൂണിറ്റ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര km/h? 5.5 km/h. അതായത് 11/2 km/h. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് യൂഷ്വൽ സ്പീഡ്, അതായത് ഒറിജിനൽ സ്പീഡ്. ഇത് യൂഷ്വൽ സ്പീഡ്, ഇത് കൂടിയ സ്പീഡ്, ഇൻക്രീസ്ഡ് സ്പീഡ്. അപ്പോൾ യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റാണ്? 8 യൂണിറ്റ് ആണ്. അപ്പം 11/2 × 8 44 km/h ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം d/Δs ഡെൽറ്റ ടി എന്ന് പറയാൻ നേരം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ഈ ഒക്കെ കേസിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചോണേ. ഈ സിറ്റുവേഷൻസിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എപ്പോൾ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന വാല്യൂസ് എല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം എത്ര ആണെന്ന് തന്നിട്ടില്ല, എത്രയൊക്കെ മാറി. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ബേസിക്കലി ചേഞ്ച് ഇൻ വാല്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിലും സ്പീഡിലും ടൈമിലും ചേഞ്ച് വന്നു എന്നുള്ളത് കാണിക്കും. ഡിസ്റ്റൻസ് വ്യക്തമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ കോൺസ്റ്റന്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനിയും ടൈം ആൻഡ് വർക്കിലെ കാര്യമാണെങ്കിൽ ടൈമും എഫിഷ്യൻസിയും എത്ര മാറിയിട്ടുണ്ടെന്ന് കാണിക്കും. വർക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെയും ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ കേസിൽ വരാൻ നേരം ഫോർമുല എങ്ങനെയായിട്ട് മാറും? വർക്ക് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ഇ വരും. ഇത് രണ്ടും ഇടത്തെ സൈഡിൽ എഴുതിയേക്കുന്ന സാധനം, മണ്ടയിലുള്ളത് റൈറ്റ് സൈഡിലുള്ള സാധനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫർദർ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രിക്സൊക്കെ വെച്ചിട്ട് ഇതിനേക്കാൾ നല്ല ട്രിക്സും ഇനിയും കാണും. അത് വെച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് സെഷൻ, ഒരു 3-4 വീഡിയോസ് ആയിരിക്കും. അത് പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. ഈ വീഡിയോയിൽ നിന്ന് ഏകദേശം ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സെഷനിൽ ചോദിക്കണം. അത് വെച്ചിട്ട് അത് നമുക്ക് ഡയറക്റ്റ് ലൈവിൽ തന്നെ തീർത്ത് പോകാൻ ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ട് ക്ലാരിഫിക്കേഷനോടൊപ്പം പ്രാക്ടീസും കൂടെ ആയിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് സെഷൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പ്രാക്ടീസുമായിട്ട് കാണുന്നവരേക്കും ബൈ.